ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ദിവസം ജോലിക്ക് പോക്ക് ആണ് ഇന്നിപ്പോൾ ഞാൻ എക്സ്ട്രാ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. കാരണം കുറച്ച് പണികൾ അവിടെ ഇവിടെ ഒക്കെ പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു. അതേപോലെ എല്ലാവർക്കും മണിക്കൂറുകൾ വേണമല്ലോ. കാരണം കുറച്ച് പേർക്ക് വേറെ ടീമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മണിക്കൂറുകൾ കിട്ടണമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വരട്ടെ. ഇപ്പോൾ അടുത്ത മാസമൊക്കെ ഇനി വെക്കേഷനൊക്കെ ആയി കഴിയുമ്പോൾ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ഇവർക്കൊക്കെ റെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇന്ന് ഞാൻ ആൾക്കാരെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് ചുമ്മാ ഒരു രസം, നരമ്പുക്ക്. അപ്പോൾ ഇന്ന് ചിൽ ഡേ ആയിരിക്കും. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊടുക്കണം ക്യാമറയുടെ താഴെ, അല്ലെങ്കിൽ അത് എനിക്ക് പണിയാവും പിന്നീട്. കാരണം ആൾക്കാർ എത്ര വന്നാലും പ്രൊഡക്ടിവിറ്റി നമ്മൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതെങ്ങനെയാവും നമുക്ക് കണ്ടറിയാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ തണുപ്പുള്ള ദിവസമാണ്. കാലത്ത് 10 ഡിഗ്രി, വൈകുന്നേരം വരെ 17 ഡിഗ്രിയാണ് മാക്സിമം കാണിക്കണേ. പിന്നെ മഴയുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ ലോങ് സ്ലീവ് ആണ് ഞാൻ ഇട്ടേക്കണേ. ആദ്യം ഹാഫ് സ്ലീവ് ഷർട്ട് ഇടാമെന്ന് വെച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇപ്പോൾ തണുപ്പടിച്ച് പനിയോ ചുമയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണി പാളും. പിന്നെ ജാക്കറ്റ് ഇടാമെന്ന് വെച്ചു, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം അത്രയും തണുപ്പ് കാണിക്കണുണ്ടായിരുന്നില്ല. ഈ വെതറിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാവും കാലാവസ്ഥ എന്ന് നോക്കാൻ പറ്റുന്നൊരു വലിയ ഭാഗ്യം കേട്ടോ. തിരിച്ചു വരുമ്പോൾ മിക്കതും ഇന്ന് ഗംഭീര മഴയായിരിക്കും. പത്രമൊക്കെ തന്നെ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ ഡൗൺഫോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇല്ല, എനിക്കൊരു ഡൗൺഫോൾ വന്നതാണ് ഒരു യുദ്ധം കാരണം. അതൊരു 1.5 ഡൗൺഫോൾ ആയിരുന്നു. ഒരാളും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ പീക്ക് ലെവല്. അതൊരു 1.5 ഒറ്റപ്പെടല. ബന്ധക്കാരും എല്ലാവരും കൂടി കളിയാക്കല്. അന്ന് കൂടെ ഉണ്ടായത് എൻ്റെ വീട്ടുകാർ മാത്രം. അത് അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സർവൈവ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തിരക്കുകളും എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രൈസ്ലെസ് ആയിട്ട് കാണുന്ന നിങ്ങളുടെ പാരൻസ്, അവരുടെ വാല്യൂ ഒരു കാലത്ത് അളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ്ലെസ് ആയിട്ട് വെക്കുന്നത്. ഇപ്പം സമയമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. അവരെ വിളിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോയി ചെയ്യുക. കാരണം അവരുടെ അത്രയും വാല്യുബിൾ ആയിട്ടൊന്നും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുമില്ല, ഇനി സംഭവിക്കാൻ പോകുന്നുമില്ല. എന്തിനിപ്പോൾ പറയുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. വരണ സമയത്ത് പെട്ടെന്ന് ഓരോ ഇൻസിഡൻസ് നമ്മുടെ തലയിൽ വരുമല്ലോ. അപ്പം ഇങ്ങനെ ആലോചിച്ച് പറയാമായിരുന്നു. പിന്നെ വിചാരിച്ചു നിങ്ങളോടും പറയാതെ. പലരും തിരക്കാരന് വീട്ടുകാർ വിളിക്കുന്നുണ്ടാവില്ല, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ മേക്ക് ടൈം ഫോർ ദം, ഇറ്റ്സ് വെർത്ത് ഇറ്റ്. കാരണം പിന്നീട് നിങ്ങൾക്കിത് പറയാനായിട്ട് തോന്നുമ്പോൾ ചിലപ്പോൾ വൈകിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ ശരി, ഗുഡ് മോർണിംഗ്. 1 വർഷം ഞാൻ നാട്ടിലിരുന്നു. അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരും എല്ലാവരും വന്ന് ചോദിച്ചു, ഇനി എന്താ ചെയ്യാൻ പോകാൻ, എന്ത് ചെയ്യും, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങോട്ട് പോയത് തെറ്റായില്ലേ, എന്നെ തന്നെ കുറ്റപ്പെടുത്തലോട് കുറ്റപ്പെടുത്തൽ. ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഒറ്റ പ്രാവശ്യം പോലും ചോദിച്ചില്ല എൻ്റെ വീട്ടുകാർ, ഇനി നീ എന്ത് ചെയ്യാൻ പോകും. എന്തുകൊണ്ട് ഞാനിപ്പോൾ കരയുന്നു പോലും എനിക്കറിയാൻ പാടില്ല. കരയല്ല, കണ്ണ് നിറയുന്നു. കാറ്റിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ആയിരിക്കും. ചോദിച്ചില്ല എൻ്റെ അടുത്ത് ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു. എൻ്റെ അടുത്ത് വീട്ടുകാർ ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരുന്നിരുന്നു. ലൈക്ക് എനിക്ക് എങ്ങനെയും ഒന്ന് എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഒരു വാക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നിനക്കത് ചെയ്യണം, പോയി ചെയ് ആ ഒരു ഇതായിരുന്നു. ചിലപ്പോൾ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് ചിന്തിക്കാനുള്ള മൈൻഡ് പോലും ആവില്ലായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ചോദിക്കലായിരുന്നു എൻ്റെ അടുത്ത്. എല്ലാവരും, കാണുന്ന എല്ലാവരും, എക്സെപ്ഷൻസ് ഇല്ല, എൻ്റെ വീട്ടുകാരല്ലാതെ. പിന്നെ വേറെ കുറച്ച് എൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരല്ലാതെ. ഒന്നും കൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയണു, ഇപ്പം നിങ്ങൾ ഭയങ്കര തിരക്കായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയ സമയത്ത് നിങ്ങളുടെ കൂടെ വളരെ വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തിരക്കാണ്, അങ്ങനത്തെ കുറേ ലെയിം എക്സ്ക്യൂസസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ നശിച്ച് പണ്ടാറടങ്ങിയ സമയത്ത് ഉണ്ടായവർക്കും കൂടി ടൈം കൊടുക്കുക. കാശ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, സമയം ഇഷ്ടം പോലെയുണ്ട്. സമയം കാര്യം മനസ്സിലായില്ലേ? സമയം ഉണ്ടാക്കുക, അവർക്കൊക്കെ കൊടുക്കുക. അതൊരിക്കലൊരു ദോഷമായിട്ട് നിങ്ങൾക്ക് വരില്ല. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഹാപ്പി ആക്കും. പിന്നീട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ
ഓ അവരുണ്ടായിരുന്നപ്പോൾ അവരോട് ടൈം സ്പെൻഡ് ചെയ്തല്ലോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തല്ലോ. അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും കാര്യം എനിക്ക് കാലത്ത് തന്നെ ഇങ്ങോട്ട് പറയണമെന്ന് തോന്നുന്നത് എനിക്കറിയാൻ പാടില്ല. എവിടെ നിന്ന് എൻ്റെ തലയിലേക്ക് കയറിയൊന്നും എനിക്കാണെങ്കിൽ. അപ്പം ശരി, ഗുഡ് ബൈ. ഇനി ഒന്നും കൂടി പോട്ടെ, ജോലി തുടങ്ങിയിട്ടില്ല. എന്നാലും കാലത്തെ തിരക്ക് യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ആൾക്കാർ കൂടുതലായിരുന്നു. പക്ഷേ ഉറക്കപ്പിച്ചയാണോ വയ്യാണ്ടാവുന്നതാണോ അറിയാൻ പാടില്ലെന്നേ. ആകെ മൊത്തത്തിൽ ഡൗണാണ്. കാലത്ത് എന്തോ ഭയങ്കര ഒരു തലയിലൊരു ഓരോരോരോ പണ്ടത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോക്കെയായിരുന്നു. കാലത്തെ തിരക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞു. തിരക്കില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും പാക്കിംഗ് എന്ന സംഭവത്തിലേക്ക് കയറി. കാരണം വരുന്ന ഡ്രസ്സുകൾ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നിലുണ്ട് നമ്മുടെ ടീമുകളൊക്കെ. ഇതേ ഇരിക്കുന്നു നമ്മുടെ മുട്ടവാസു, ഇന്നിപ്പോൾ മുട്ടാന്നാണ് വിളിക്കണേ. ഇതേ ഇരിക്കണം ആമിച്ചാറ്, ഇതേ ഇരിക്കുന്നു നമ്മുടെ അഗ്നേഷ്ക, പുള്ളിക്കാരി കിണ്ടിയാണ്. ഇതേ നമ്മുടെ പുതിയ ആളിരിക്കുന്നു, പുള്ളി മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. യു ലുക്ക് ക്യൂട്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ ചന്ദ്രേട്ടൻ ഇരിക്കണോ, പുള്ളി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക ഒളിച്ച്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അടിയിൽ 2-3 ആൾക്കാരും കൂടി ഉണ്ട്, അവരവിടെ വേറെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഓരോന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, എനിക്ക് വലിയ വീഡിയോയൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം പോയി കിടന്നുറങ്ങണം. നല്ല ക്ഷീണം, പനിയാണോ ചുമയാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ആവട്ടെ, നടക്കുന്നത് പോലെ എന്തായാലും ഇപ്പം താഴത്തുള്ളവരും കൂടി കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തൊക്കെയോ ഞാൻ ജോലി ചെയ്യുന്നോട്ട് നടക്കുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. കാരണം എത്ര നേരം കിടന്ന് ഉറങ്ങായിരുന്നു, തീരെ വയ്യ. പഠിക്കാൻ ശ്രമിച്ച് ഞാൻ അവിടെ ഇരുന്നോടത്തിരുന്ന് അങ്ങോട്ട് ഉറങ്ങി. മഴ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലായിടത്തും പോയി ചെക്ക് ചെയ്തു. എന്തോ ഭാഗ്യം, എല്ലാവരും അവരുടെ പണി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പുറത്തെ കാലാവസ്ഥ ഇത്രയും മോശമായത് കൊണ്ടാകാം എനിക്ക് വയ്യാണ്ടായതെന്നാണ്. കാരണം പുറത്തെ കാലാവസ്ഥ നോക്കിയാൽ ഇരുണ്ട് നശിച്ച് നാറാണക്കലായിട്ടിരിക്കും. ഒടുക്കത്തെ കാറ്റും മഴയൊക്കെ കൂടി ആയിട്ട് നല്ല കാറ്റാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്കൂടെ പൊത്തിപ്പിടിച്ചേക്കണത്. അത് തന്നെ അവിടെ ട്രെയിൻ പോകുന്നുണ്ട്, ട്രെയിൻ താഴെ പോണു. ഒടുക്കത്തെ മഴ, എന്ത് കുറുക്കൻ്റെ ആരുടെ കല്യാണം പോലും മനസ്സിലാവാത്ത രീതിയിൽ മഴക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സുഖമില്ല. മഴ നല്ല രീതിയിൽ പെയ്യണുണ്ട് കേട്ടോ. പിന്നെ ഈ സമയം തീരണമെന്ന് നോക്കിയിരിക്കുന്നു. സമയം തീരുന്നു, വീട്ടിൽ പോകുന്നു, നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നു. പാരസെറ്റമോൾ കഴിച്ചേ പറ്റൂ, കാരണം പരീക്ഷയൊക്കെയാണ് വരുന്നത്. നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുഭാഷ്, മഴയും പെയ്തു തുടങ്ങി. ഇത് ലക്ഷറി മഴയും തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം, മഴ തുടങ്ങിയിട്ടുണ്ട്. ഈശ്വര, മൊബൈൽ ഇതവിടെ ഒരെണ്ണം നനയണിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ജോലി കഴിയുന്ന സമയത്ത് പറയാം. ഇനിയിപ്പോൾ എല്ലാവരും പോകണം. ഇനിയും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നല്ല സെറ്റ് വൈബ് ക്രിയേറ്റ് ചെയ്തിരുന്ന് പഠിച്ചതാണ്. ചിറ്റിപ്പോയി, ഉറങ്ങിപ്പോയി. എന്തായാലും ആവട്ടെ, വരുന്നത് പോലെ ജോലി കഴിഞ്ഞ് ഇറങ്ങി. ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്ന സാധനം. ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ മഴ നിന്നു, വെയിലായി തുടങ്ങി. ഓരോരോ ഭാഗ്യങ്ങളെ. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഏത് നിമിഷം വേണമെങ്കിലും വരും, ഓടണം. എൻ്റെ കൂടെ ഉള്ള ആളതേ ഓടണു. കാരണം അവളും ഞാൻ ഒരേ സൈഡിലേക്കാണ് പോണേ. ഓടിപ്പിടിക്കണം. ബസ് കിട്ടില്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലും. അത് വേറെ കാര്യം. കാരണം ഞാൻ പോകേണ്ട സൈഡിൽ നിന്ന് വേറെ സൈഡിൽ ഇത്തിരി കൂടി എളുപ്പത്തിൽ കയറും എന്നൊക്കെ പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് പോണതാണ്. അപ്പോൾ ജോലി കഴിഞ്ഞിട്ടുണ്ട്, ശുഭം. പിന്നെ ബൈ ദ വേ, ഞാനൊരു ചായയിൽ കുറച്ച് നാരങ്ങിട്ട് അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായി. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കാലാവസ്ഥ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആവട്ടെ, ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം വീട്ടിൽ പോവുക, എത്രയും വേഗം ഒന്ന് റെസ്റ്റ് എടുക്കുക, കുളിക്കുക, ഫ്രഷ് ആവുക, ഭക്ഷണം കഴിക്കുക, പഠിക്കാനിരിക്കുക, അടുത്ത പരീക്ഷ തകർക്കുക. ഇനി അടുത്ത പരീക്ഷ വരുന്നത് ചൊവ്വാഴ്ച. അപ്പോൾ അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. റോഡ് ഓടി ക്രോസ് ചെയ്യുന്നുണ്ട്, ബസ് കിട്ടണ്ടേ, അല്ല ട്രാം കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങളും ഇവിടെ വരുമ്പോൾ അസുഖം കാര്യങ്ങളൊക്കെ വരുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും വേഗം മരുന്ന് കാര്യങ്ങളൊക്കെ കഴിക്കുക, വൈകിപ്പിക്കാൻ നിൽക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എളിയ വ്ളോഗ് അവസാനിപ്പിക്കാം. അസിയ ഗിവ് എ ബൈ. ബൈ 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 ബൈ. അവൾ പറഞ്ഞ പോലെ ട്രാം കിട്ടി, തിരിച്ച് നമ്മുടെ സ്ഥലത്തെത്തി. ട്രാമിലിരുന്ന് ഇന്നത്തെ ക്ലിപ്സ് മുഴുവൻ ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. അതായത് കാലത്ത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, സത്യം പറയാലോ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ബോധമില്ലായിരുന്നു. കാരണം കാലത്ത് 5 മണിക്ക് എന്ത് ബോധം, 5-5:30 സമയത്ത് എന്ത് ബോധം ഉണ്ടാവാനാ.
പക്ഷെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് സമയം പലരിൽ നിന്നും അങ്ങ് മാറ്റിയും തിരിച്ചൊക്കെ വെക്കുന്നുണ്ടാവും. പക്ഷേ അവസാനം നമുക്ക് അവർക്ക് സമയം ഉള്ള സമയത്ത് അപ്പുറത്ത് അവരുണ്ടാവണമെന്നില്ല. അപ്പം സമയം എന്ന് പറയുന്ന സാധനം പരമാവധി നല്ല രീതിയിൽ ചിലവാക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ഫുൾ മാറ്റിവെച്ച് അങ്ങ് അവരുടെ മേത്ത് ചിലവാക്കുന്നത് മുഴുവൻ നിങ്ങളുടെ മേത്ത് ചിലവാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ഇച്ചിരി സമയം കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ ലൈഫ്. ഇപ്പം ഏതാ പറയുക, നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ മറ്റേ ഡയലോഗ്, കുട്ടി പിന്നെ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കല്യാണം, പിന്നെ പിള്ളേർ, പിന്നെ സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന സമയത്ത് പറ്റുന്ന പോലെയൊക്കെ എല്ലാവർക്കും സമയം കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. നേരത്തെ വ്ളോഗ് അവസാനിപ്പിച്ചെങ്കിലും നമ്മളൊന്നും കൂടി അവസാനിപ്പിക്കുകയാണ്. ബൈ. നമ്മൾ നമ്മളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്.